ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥയിൽ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പിസോഡുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം സുമിത്ര ഇത്രയും നാളും കോമയിലായിരുന്നെങ്കിൽ സുമിത്രയെക്കുറിച്ചും മകളെക്കുറിച്ചുമുള്ള ഒരു ടെൻഷനൊന്നും ഇല്ലാതെ രഞ്ജിത ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി രോഹിത്തിൻ്റെ സ്വത്തുവകകളെല്ലാം കൈയടക്കി വെച്ച് അനുഭവിച്ചു വരികയായിരുന്നു. ഈ സമയത്താണ് യാദൃശികമായി നമ്മുടെ സുമിത്രയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നതും പിന്നീട് അങ്ങോട്ട് സുമിത്ര സത്യങ്ങൾ തേടിയുള്ള യാത്ര തുടങ്ങുന്നതും. അവിടെ തുടങ്ങി രഞ്ജിത എന്ന് പറയുന്ന ബിസിനസ്സുകാരിയുടെ നഷ്ടം, അല്ലെങ്കിൽ ആ ഒരു തകർച്ച. അവിടെ നിന്ന് ഒരു ഊമക്കത്ത് കൂടി വരാൻ തുടങ്ങിയപ്പോഴേക്കും ആ തകർച്ച പൂർണ്ണമായി എന്ന് തന്നെ പറയാം. പേടിച്ച് വിറച്ച് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പുറത്തതൊന്നും കാണിക്കാതെ ഭയങ്കര ധൈര്യശാലിയാണെന്ന് അഭിനയിച്ച് നടക്കുന്ന രഞ്ജിത ഈ സമയത്ത് നമ്മുടെ പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്ന മാനേജറുടെ കയ്യിൽ നിന്നും പൂജയുടെ ജീവൻ രക്ഷിച്ചെടുക്കുന്നു തൻ്റെ മുറച്ചിറക്കൻ. അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പൂജയ്ക്ക് തന്നോടുള്ള ഇഷ്ടം കൂടും, ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് പങ്കജ് ഇതൊക്കെ ചെയ്യുന്നത്. പങ്കജിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്തായാലും നമ്മുടെ പൂജയുടെ സ്വഭാവമൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷെ ജീവൻ രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ മകൻ അവിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കാര്യങ്ങളെല്ലാം കണ്ടെത്തി അങ്ങനെ ഇതെല്ലാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവനെ പറഞ്ഞു വിട്ടേക്കാനും പിന്നെ ബാക്കി കാര്യങ്ങളും അതെല്ലാം നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഫോൺ വിളിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. വേഗം രഞ്ജിത പുറത്തേക്ക് ഇറങ്ങി വന്നു. രഞ്ജിത ഇറങ്ങി വന്ന സമയത്ത് ആദ്യം അരവിന്ദിനോട് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അരവിന്ദ് പോയില്ല. അപ്പോൾ പിന്നാലെ നമ്മുടെ രഞ്ജിത ഇറങ്ങി വന്നു. രഞ്ജിത ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തറയിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഒരു പോസ്റ്റൽ കവർ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ കവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് കവർ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. കവർ എടുത്ത് നോക്കിയപ്പോൾ ഒരു വലിയൊരു എസ്സേ പോലെ ഒരു വെള്ള പേപ്പറിൽ കുറേ അങ്ങ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ രഞ്ജിതയ്ക്ക് മനസ്സിലായി അന്ന് അജ്ഞാതൻ അയച്ച അതേ ആ ഒരു ഇത് തന്നെ ഇതൊന്നും. ഈ പ്രാവശ്യം അയച്ചിരിക്കുന്നതിൽ എഴുത്തു മാത്രമല്ല, രഞ്ജിത ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ആരൊക്കെയായിട്ട് ഡീല് നടത്തിയിട്ടുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന ഫോട്ടോ സഹിതമാണ് ഇത്തവണത്തെ നമ്മുടെ ആ ഊമക്കത്ത് വന്നിരിക്കുന്നത്. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഞെട്ടിപ്പോയി. രഞ്ജിതയ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ ഒരു നിമിഷത്തേക്ക് രഞ്ജിത പകച്ചു. അപ്പം തൻ്റെ പിന്നാലെ ആളുണ്ട് എന്ന് രഞ്ജിതയ്ക്ക് വ്യക്തമായി മനസ്സിലായി. ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നും രഞ്ജിതയ്ക്ക് മനസ്സിലായി. രഞ്ജിത എന്നിട്ട് അതുമായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. വന്നിട്ട് അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ആരാ വന്ന് എന്തായെന്നും ചോദിച്ച് അരവിന്ദ് ഇങ്ങനെ ചെന്നപ്പം നോക്ക എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ അരവിന്ദ് അത് മുഴുവൻ വായിച്ച് വന്ന കൂട്ടത്തിൽ ഈ ഫോട്ടോസും കൂടി ഉണ്ടല്ലോ, ഈ ഫോട്ടോസും കൂടി ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ രഞ്ജിത ആ വക്കീലിനെ കണ്ട് സംസാരിച്ചത്, അതുപോലെ തന്നെ ആ ഒരു തമിഴനുണ്ടായിരുന്നല്ലോ അയാളെ കണ്ട് സംസാരിച്ചത്, അങ്ങനെ പലരെയും കണ്ട് സംസാരിച്ചതിൻ്റെ ഫോട്ടോസും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദും ഞെട്ടി. നമ്മൾ പെട്ടല്ലോ രഞ്ജിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാരായിരിക്കും നമ്മൾ ഈ പോയതും വന്നതും ഒക്കെ ഫോട്ടോയിൽ പകർത്തിയിരിക്കുന്നത്? നമ്മളെ അറിയാവുന്ന ആരാണ്ട, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഈ നാട്ടിൽ തന്നെ ഉള്ളവരാ, ആരായിരിക്കും? ഇനി സുമിത്ര എങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ ചിന്തിക്കുന്നു. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രഞ്ജിത. ഇത് ആരുടെ പണിയാണെന്ന് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ പറയാം. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും രഞ്ജിതയെ കിട്ടില്ലെന്നും ആരാണ് പിറകിൽ നിന്ന് കളിക്കുന്ന ശത്രുവെങ്കിലും അവനെ ഞാൻ പൂട്ടും എന്നൊക്കെ പറയുവാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്തതൊന്നും ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് രഞ്ജിതയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതും പിടിച്ച് രഞ്ജിത ഇങ്ങനെ ഇതിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ തൻ്റെ ശത്രു ആരാണെന്നും തന്നെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്നും തൻ്റെ പിന്നാലെ അലയുന്നത് ആരാണെന്നും കണ്ടുപിടിച്ചേ അടങ്ങുമെന്നുള്ളൊരിതിലാണ് രഞ്ജിത. അപ്പോൾ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ജീവിതത്തിൽ ഇതുപോലെ വലിയൊരു മരണഭയം നമ്മുടെ പൂജ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു മരണഭയത്തിൽ നിന്ന് നമ്മുടെ പൂജ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് വന്ന് നമ്മുടെ പൂജയുടെ കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ മരുന്ന് വെച്ച് കെട്ടി അങ്ങനെയൊക്കെ പൂജ ശരിക്കും പേടിച്ചു പോയി. ആ ഒരു ഇതിലിങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ ദീപുവിൻ്റെ വീട്ടിൽ ദീപു ആണെങ്കിൽ സ്നേഹനിധിയായ ഭർത്താവും സ്നേഹനിധിയായ അച്ഛനുമാണല്ലോ. ഈ സ്നേഹനിധിയായ ഭർത്താവും അച്ഛനും ഇപ്പോൾ ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മ പറഞ്ഞപ്പോൾ മകൻ്റെ മുന്നിൽ അമ്മയെ ഒരുമാതിരി ആളാക്കിക്കൊണ്ട് വർത്തമാനം പറഞ്ഞു ദീപു. അപ്പം തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ ചിത്രയ്ക്ക് ദീപുവിൻ്റെ കള്ളത്തരങ്ങൾ കുറച്ചെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരിതിൽ. അങ്ങനെ നമ്മുടെ ചിത്ര വീട് മുഴുവൻ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദീപു കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സ്വർണം കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് വള മാല അങ്ങനെ കുറച്ച് അധികം സ്വർണ്ണങ്ങളുണ്ട്. അത് ഒരു ചെപ്പിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ
ഭദ്രമാക്കി, അതായത് ദീപുവിനെ കാണിക്കാതെ വെച്ചു. അതിനുശേഷം ദീപുവിനോട് പല കാര്യങ്ങളും ചിത്ര ചോദിച്ചു. പക്ഷെ ദീപു അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം നിഷേധിച്ച് താനൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് ഇപ്പോഴും ഒന്നുമില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന ദീപുവിൻ്റെ മുന്നിലേക്ക് ചിത്ര ആ ആമാടപ്പെട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് അത് തുറന്ന് കാണിച്ചു. ഇതെന്താണെന്ന് ചോദിച്ചു. അത് കണ്ടപ്പോഴേക്കും ഭാര്യയെല്ലാം കണ്ടുപിടിച്ചു. ഭാര്യയുടെ മുന്നിൽ നുണ പറഞ്ഞതിൻ്റെ ആ ഒരു വല്ലാത്ത ഭീതിയിൽ, അല്ലെങ്കിൽ ഇവളോട് ഇനി ഞാൻ എന്തു പറയും എന്നുള്ളൊരു ആ ഒരു ധൈര്യമില്ലായ്മയിൽ ഇങ്ങനെ നിൽക്കുക ദീപുവേട്ടനോടാ ചോദിച്ചത്, ഇതൊക്കെ എവിടുന്നാ, ഇതെന്തിനാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ആരുടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും ദീപുവിന് മറുപടിയില്ല. ദീപുവേട്ടൻ എന്താ ഒന്നും പറയാത്തത്? ദീപുവേട്ടൻ പറഞ്ഞല്ലോ എനിക്കെന്തോ സംശയമാണെന്നും ഞാനാണ് എല്ലാത്തിനും കാരണമെന്നും. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ 1 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ദീപുവേട്ടൻ എന്തിനാണ് ഇത്രയും സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മുടെ ദീപുവിനെ ചോദ്യം ചെയ്യുക ചിത്ര. പക്ഷേ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിന് ഒന്ന് മറുപടി കൊടുക്കാനോ ഉള്ള ഒരു ഇതിലല്ല നമ്മുടെ ദീപ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, കാരണം ചിത്രയുടെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ദീപു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും പോട്ടിയൊക്കെ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ സുമിത്രയെ കാണാനായിട്ട് സീമ അങ്ങോട്ടേക്ക് വന്നു. സീമ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര സീമയോട് ചോദിച്ചു തൻ്റെ ഹോസ്പിറ്റൽ ജീവിതത്തെ പറ്റിയും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരണമെങ്കിൽ അതിൻ്റേതായ തുകകൾ അവിടെ അടച്ചെങ്കിൽ മാത്രമല്ലേ അവർ വിടുകയുള്ളൂ, അല്ലെങ്കിൽ ചികിത്സ നടത്തത്തുള്ളൂ. ആരാണ് സീമേ എൻ്റെ ആ ഒരു ചികിത്സയൊക്കെ നടത്തിയതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷേ ചേച്ചിയുടെ ചികിത്സാ ചെലവിനുള്ള കാശ് മൊത്തം വന്നത് വിദേശത്തു നിന്നാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദേശത്തിരുന്ന് ആരാണ് ഈ പൈസ മുഴുവൻ അയക്കുന്നത്? അതിപ്പോൾ ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ സീമ വിദേശത്തു നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ചോദിച്ചു, ആ തന്ന ആളുടെ ഒരു ഡീറ്റെയിൽസും ഇല്ലേ സീമയെന്ന് ചോദിച്ചപ്പം ഇല്ലേ ചേച്ചി, അങ്ങനെയൊന്നും ഡീറ്റെയിൽസ് ഒന്നും ആരും സൂക്ഷിച്ച് വെക്കാറില്ല, മാത്രമല്ല അക്കൗണ്ടിലേക്ക് വരികയായിരുന്നു പതിവെന്നും, അത് മാസം അതങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ അങ്ങ് വരികയായിരുന്നു, അതിനെപ്പറ്റി പിന്നെ ആരും അന്വേഷിച്ചിട്ടില്ല. ആശുപത്രിക്കാർക്കാണെങ്കിലും ചികിത്സിക്കുന്നതിന് ക്യാഷ് മതിയല്ലേ ചേച്ചി, അല്ലാതെ അത് ആരയക്കുന്നു എന്തിനയക്കുന്നു ഇതൊന്നും അറിയേണ്ട കാര്യം അവർക്കും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സീമ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് ടെൻഷൻ കൂടി. വിദേശത്ത് നിന്ന് ആരാണ് തനിക്ക് ആ ഒരു ഇത് അയച്ചതെന്നുള്ളൊരിത്. അങ്ങനെ സത്യങ്ങൾ തേടി ഇറങ്ങുന്ന നമ്മുടെ സുമിത്ര ഓരോ നിമിഷവും അറിയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. അങ്ങനെ വിദേശത്ത് നിന്നും സുമിത്രയ്ക്ക് എത്തിപ്പെട്ട ആ ഒരു വലിയ സഹായത്തെ പറ്റി അറിഞ്ഞ നമ്മുടെ സുമിത്ര ഇനി അതും കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ ഏതായാലും സീമയോട് പറഞ്ഞു, ഏതായാലും നിനക്ക് കഴിയുന്ന രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. അപ്പം ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ സഹായിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സീമയും പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് സീമ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം അവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജമോൾ ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്നു. പൂജമോൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയം സുമിത്ര പൂജയുടെ ഈ അവസ്ഥയൊക്കെ കണ്ടുവന്നിട്ട് സുമിത്രയോട് പൂജ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ആകെ പേടിയായി, വെപ്രാളമായി, കരച്ചിലായി. എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കാലൊക്കെ കണ്ടിട്ട് സുമിത്രയ്ക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അമ്മ ആ അങ്കിളിൻ്റെ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചു പൂജമോൾ. അപ്പം ഞാൻ പോയിരുന്നു എന്നും അവിടെ ചെന്നപ്പോൾ ആ അങ്കിള് മരിച്ചു പോയ കഥയും അതുപോലെ എൻ്റെ ഭാര്യ പറഞ്ഞ അനുസരിച്ച് മറ്റൊരാളുടെ കടയിൽ പോയതും അവിടെ ചെന്ന് അയാളുടെ അച്ഛനെ കാണിക്കാൻ സമ്മതിക്കാതിരുന്ന കഥയും ഇതെല്ലാം നമ്മുടെ സുമിത്ര പൂജമോളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ വീട്ടിൽ ഗുണ്ടകൾ കയറി ഇറങ്ങിയെന്നുള്ള കാര്യം സുമിത്ര പറഞ്ഞപ്പം ആരായിരിക്കും അമ്മേ അങ്ങനെ ആ വീടുകളിലേക്ക് ഗുണ്ടകളെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ പൂജ. അത് വേറെ ആരാ മോളെ, അത് വേറെ ആരും ആയിരിക്കില്ല, രഞ്ജിത തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം സുമിത്ര അന്നേരം പൂജയോട് പറഞ്ഞു. രഞ്ജിതയല്ലാതെ ഇതൊന്നും ചെയ്യില്ല, എല്ലാം കൈയടക്കി വെക്കാൻ വേണ്ടി രഞ്ജിത സഞ്ചരിക്കാത്ത വഴികൾ ഉണ്ടാവില്ല മോളെ, അതിനു വേണ്ടിയിട്ട് അവൾ ചെയ്തു കൂട്ടിയ ഓരോ പരാക്രമങ്ങളായിരിക്കും ഇതെന്ന്. അപ്പം മോൾക്ക് അവകാശപ്പെട്ടത്, മോൾക്ക് വേണ്ടി മോളുടെ അച്ഛൻ നൽകിയ സമ്പാദ്യം അല്ലെങ്കിൽ സമ്പാദിച്ച സൽപ്പേര് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് അവൾ ഇതെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും, പക്ഷെ അവളെ ഞാൻ വെറുതെ വിടില്ലെന്നും സുമിത്ര ഇങ്ങനെ മകളോട് പറയുക. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതെല്ലാം എൻ്റെ മോളുടെ കൈകളിൽ തന്നെ വന്നെത്തിച്ചേരും. നിനക്ക് വേണ്ടി രോഹിത്ത് അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും കൈമോശം വരാൻ ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പൂജയെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയുടെ ഓരോ സംസാരത്തിൽ നിന്നും നമ്മുടെ സുമിത്രയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പൂജയ്ക്ക് തോന്നുന്നു. അങ്ങനെ പൂജ അമ്മയുടെ ആ ഒരു
കഷ്ടപ്പാടിനെയൊക്കെ അംഗീകരിച്ച് അങ്ങനെ അമ്മയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും സുമിത്ര അറിഞ്ഞ കാര്യങ്ങളെല്ലാം പൂജയും അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂജയ്ക്ക് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പൂജ തിരിച്ച് സുമിത്രയോടും പറയും. കാരണം ദിവസേന കമ്പനിയിൽ കയറി ഇറങ്ങുന്ന ആളാണല്ലോ പൂജ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുമോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നു. എന്തായാലും അധികകാലം രഞ്ജിതയ്ക്ക് ഇതിൽ തുടരാനാവില്ല. രഞ്ജിത പഴയതുപോലെ തന്നെ പിച്ചച്ചട്ടി എടുക്കാനുള്ള എല്ലാ വഴികളും വരുന്നുണ്ട്. അങ്ങനെയൊക്കെ രഞ്ജിത കൊണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. തെളിവ് സഹിതം രഞ്ജിതയുടെ മുന്നിലേക്ക് അജ്ഞാതൻ ഓരോന്നിങ്ങ് വിടുമ്പോൾ രഞ്ജിത ഇങ്ങനെ പറക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.